എത്രമാത്രം വലിയ അപകടമാണ് ചെയ്ത ഉഴവുകൂലിയെ കുറിച്ച് സൂചിപ്പിച്ചു. ഈ ഉഴവുകൂലി ഇന്ന് വരെ ഈ കൃഷിഭവൻ ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ ഈ വളയൂർ പഞ്ചായത്തിൽ ഇന്ന് വരെ കിട്ടിയ സമയത്ത് കിട്ടാത്ത ഒറ്റ കൃഷിക്കാരൻ വളയൂരിലുണ്ടോ? ആദ്യമായിട്ടല്ലേ സംഭവം? ആദ്യമായിട്ടല്ലേ ഉഴവുകൂലി എടുക്കാൻ തീരുമാനിച്ചെന്തിനാ? കൃഷിക്കാരൻ കൃഷിഭൂമി ഇട്ട് ഓടിയിരുന്നു ഒരു ഘട്ടത്തിൽ. ആ കൃഷിക്കാരനെ തന്റെ ഭൂമിയിൽ നിർത്താൻ, കൃഷി ലാഭകരമാക്കാൻ, അവന്റെ മക്കളെ കൃഷി പഠിപ്പിക്കാൻ, ഇവിടെ നിർത്തി മണ്ണ് വികസിപ്പിക്കാൻ, കൃഷിക്കാരന് ജീവിക്കാൻ സൗകര്യമൊരുക്കാനാ, നഷ്ടപ്പെടാതിരിക്കാൻ. ആ ഉഴവുകൂലി കൊടുക്കാതെ ആദ്യമായി വളയുള്ള ജനങ്ങളെ ഒരു പഞ്ചായത്ത് ഭരണസമിതി പറ്റിച്ചിരിക്കുന്നു. ഇതിന് മറുപടി വളരെ പ്രധാനം. മറുപടി എന്താ? മറുപടി പറയുന്നത് ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റ് പദ്ധതി വിഹിതം തന്നിട്ടില്ലെങ്കിൽ അത് വളയൂരിന് മാത്രമാണോ? അങ്ങനെയാണ്. ഇതെന്ത് നിങ്ങളെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കാത്തത്? ഇതെന്താ KPCC പ്രസിഡന്റ് പറയാത്തത്? ഇതെന്താ അസംബ്ലിയിൽ വരാത്തത്? എന്താ പത്രസമ്മേളനം നടത്താത്തത്? കേരളത്തിൽ എവിടെയും പറയാത്ത വർത്തമാനം എന്താ? ഇവിടെ സുധാകരന്, ഇവിടെ എന്താ വളയൂരിന് മാത്രം ഫണ്ട് തരാത്തത്? ഇവിടെ എല്ലാ കാലത്തും പദ്ധതി വിഹിതം വരാൻ വൈകാറുണ്ട്. ഇത് വസ്തുതയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അംഗനവാടി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, ബസ് സ്കൂൾ ഭക്ഷണം കൊടുക്കണം, കൃഷിക്കാർക്ക് അർഹതമായ ആനുകൂല്യം കൊടുക്കണം. ഇതൊന്നും നിർത്തിവെക്കാൻ പറ്റുന്നതല്ല, മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആദ്യം ഇവിടുത്തെ കൊണ്ടുവന്ന് ഇതെല്ലാം കൊടുക്കുന്ന രീതിയാണ് മണ്ണിലൂടെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. ഈ വിവരം എന്ന സാധനം വേണം. വിവരം വേണം. ഒരൊറ്റ ഒന്നിനും വിവരമില്ലാത്തത് കൊണ്ടാണ് നടക്കുന്നത് പറഞ്ഞത്. ഓൺ ഫണ്ട് ഉണ്ടല്ലോ, മുന്നിൽ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾ ശമ്പളം എടുത്തില്ല, ഓൺലൈൻ എടുത്തില്ല, നിങ്ങൾ ചായ കൊടുത്ത പൈസ കൊടുത്തില്ല, 1 കോടിയിലേറെ രൂപ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം കൊടുത്തില്ലേ? എന്റെ കൃഷിക്കാർക്ക് മാത്രം ഈ പൈസ കൊടുക്കാൻ ഓൺ ഫണ്ടില്ലേ? നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.